നിങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിലോ റോഡിന്റെ സൈഡിലോ ആളൊഴിഞ്ഞ പറമ്പുകളിലോ ഒക്കെ വളരുന്ന ചെടികളാണ് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച മരുന്നുകൾ എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാവോ? നമ്മുടെ മുത്തശ്ശൻ മുത്തശ്ശിക്കൊക്കെ മനപ്പാടമായിരുന്ന ചെടികളാണിത്. ആശുപത്രികളോ മരുന്ന് കടകളോ ഇല്ലാതിരുന്ന കാലത്ത് ഉപയോഗിച്ചിരുന്ന ചെടികളാണിത്. യുദ്ധകാലഘട്ടങ്ങളിൽ ഉണ്ടാകുന്ന പട്ടാളക്കാരുടെ മുറിവുകൾ പോലും ഈ ചെടികൾ സൗഖ്യമാക്കിയിട്ടുണ്ട്. പലർക്കും ഇത് അറിയില്ല എന്നതാണ് സത്യം. ചെറിയൊരു മുറിവോ ചുമയോ വേദനയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ മരുന്ന് കടയിലേക്ക് പോയി മരുന്ന് വാങ്ങിക്കും. പക്ഷേ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് മനുഷ്യരെ സൗഖ്യമാക്കിയ ചെടികൾ നമ്മുടെ വീടിന് മുമ്പിൽ തന്നെ കാണും എന്നതാണ് സത്യം. ഇതൊന്നും വെറുതെ പറയുന്നതല്ല. ഇതിന് കൃത്യമായ ക്ലിനിക്കൽ തെളിവുകളുണ്ട്. പ്രകൃതിദത്തമായ ചികിത്സയ്ക്ക് ഉപയോഗിച്ചിരുന്ന 10 ചെടികളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. അവസാനം വരെ കാണുക, കാരണം ഇതിൽ 7ാമത് പറഞ്ഞിരിക്കുന്ന ചെടി 2000 വർഷങ്ങളായിട്ട് ഉപയോഗിച്ചു വരുന്ന ഒരു ചെടിയാണ്. ആന്റിബയോട്ടിക് മരുന്ന് കഴിച്ചിട്ട് പോലും ഒരു മാറ്റവുമില്ലാത്ത ബാക്ടീരിയകൾക്കെതിരെ ഇത് ഫലപ്രദമാണെന്ന് ഇന്നത്തെ ശാസ്ത്രം പോലും സ്ഥിരീകരിച്ചിട്ടുണ്ട്. 10ാമത് പറഞ്ഞിരിക്കുന്ന ചെടി എത്രത്തോളം പവർഫുൾ ആണെന്ന് പറഞ്ഞാൽ, വേദന, പനി, വീക്കം, നീർക്കെട്ട് എന്നീ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ആസ്പിരിൻ ടാബ്ലറ്റ് കണ്ടുപിടിക്കുന്നതിന് ഒരുപാട് മുമ്പ് തന്നെ മനുഷ്യർ ഉപയോഗിച്ചിരുന്ന ഒറിജിനൽ ആസ്പിരിൻ മെഡിസിൻ ആണത്. സത്യം പറഞ്ഞാൽ ഈ ചെടി നമ്മുടെ വീടിന്റെ മുമ്പിൽ തന്നെ വളരാനും സാധ്യതയുണ്ട്. നമുക്കതിനെക്കുറിച്ച് വിശദമായി ഈ വീഡിയോയിൽ നോക്കാം. ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തേത് ജമന്തി. പോട്ട് മാരിഗോൾഡ് എന്നും ഇതിന് പേരുണ്ട്. ഈ തിളങ്ങുന്ന ഓറഞ്ച് പൂവിന് പാരമ്പര്യ വൈദ്യത്തിൽ ഒരു വലിയ ചരിത്രം തന്നെയുണ്ട്. പണ്ട് യുദ്ധങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് പട്ടാളക്കാർ മുറിവേൽക്കുമ്പോൾ ചികിത്സിക്കാൻ വേണ്ടി ഈ ജമന്തി പൂക്കൾ അവർ കൊണ്ടു നടക്കുമായിരുന്നു. സർജറി ചെയ്യുന്ന ഡോക്ടറോ ആന്റിബയോട്ടിക് മരുന്നുകളോ ആശുപത്രി സൗകര്യങ്ങളോ ഇല്ലാത്ത ആ സമയത്ത് മുറിവുകൾ പഴുക്കാതെ, ഇൻഫെക്ഷൻ ആകാതെ, മുറിവുകൾ പെട്ടെന്ന് ഉണങ്ങാൻ വേണ്ടി ഈ യുദ്ധപുഷ്പം, അതായത് ജമന്തി ഉപയോഗിക്കുമായിരുന്നു. ഈ ചെടി ഏത് സ്ഥലത്തും എളുപ്പത്തിൽ വളരുന്ന ഒന്നാണ്. കാണാൻ ഭംഗിയുള്ള മനോഹരമായ ഓറഞ്ച് മഞ്ഞ നിറത്തിലുള്ള പൂക്കളും ഇതിലുണ്ടാകും. ഈ ഭംഗിയുള്ള പൂക്കൾ വലിയൊരു മെഡിക്കൽ പവർ ഹൗസ് എന്ന് തന്നെ പറയാം. പണ്ടത്തെ പട്ടാളക്കാർക്ക് അറിയാമായിരുന്ന ആ സത്യം ഇന്നത്തെ ക്ലിനിക്കൽ ടെസ്റ്റിൽ തെളിയിക്കപ്പെട്ടിട്ടുമുണ്ട്. പൊള്ളലേറ്റ മുറിവുകൾ, സർജറി കഴിഞ്ഞ മുറിവുകളൊക്കെ പെട്ടെന്ന് ഉണങ്ങാൻ വേണ്ടി ഈ ജമന്തി ചെടിയുടെ സത്തിന് പറ്റും എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. നീർക്കെട്ട് കുറയ്ക്കാനും കോശങ്ങൾ വേഗത്തിൽ റിപ്പയർ ചെയ്യാനും ഇത് സഹായിക്കുമെന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. 2ാമത്തേത് കാട്ടുതുമ്പ. ശ്വാസകോശം ക്ലീൻ ചെയ്യുന്ന കാട്ടുതുമ്പ ചെടി. റോഡിന്റെ സൈഡിലും ആളൊഴിഞ്ഞ പറമ്പുകളിലുമൊക്കെ മഞ്ഞ പൂക്കളും രോമങ്ങളുള്ള ഇലകളായിട്ട് നിൽക്കുന്ന നീളമുള്ള ഒരു ചെടിയാണിത്. നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകാനും സാധ്യതയുണ്ട്. നൂറുകണക്കിന് വർഷങ്ങളായിട്ട് നെഞ്ചിലെ കഫക്കെട്ട്, ചുമ, ബ്രോങ്കൈറ്റിസ്, ആസ്തുമ തുടങ്ങിയ ശ്വാസകോശ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും അന്നത്തെ ആളുകൾ ഉപയോഗിച്ചിരുന്നത് ഈ ചെടിയെയാണ്. ശ്വാസകോശ പ്രശ്നങ്ങൾക്ക് ഇത് എത്രത്തോളം ഉപയോഗിച്ചിരുന്നു എന്ന് ചോദിച്ചാൽ നാട്ടുവൈദ്യന്മാർ ഇതിനെ ശ്വാസകോശത്തിന്റെ ഉറ്റ ചങ്ങാതി എന്നാണ് വിളിച്ചിരുന്നത്. ഇതിന്റെ ഇലകളിൽ സപ്പോനിൻസ് ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. കഫം നെഞ്ചിൽ കിടന്ന് ഇൻഫെക്ഷൻ ആകുന്നതിന് പകരം ചുമച്ച് പുറത്തു കളയാനായിട്ട് ഇത് സഹായിക്കുന്നു. ശ്വാസകോശത്തിലെ അണുബാധയും നീർക്കെട്ട് കുറയ്ക്കാനും ഇതിന് കഴിയുമെന്ന് ഇന്നത്തെ പുതിയ പഠനങ്ങൾ ഉറപ്പിച്ചു പറയുന്നുണ്ട്. പണ്ടത്തെ ആളുകൾ ഇത് എങ്ങനെയാണ് ഉപയോഗിച്ചിരുന്നത് എന്ന് ചോദിച്ചാൽ, ഉണങ്ങിയ ഇലകൾ വെച്ച് ചായ ഉണ്ടാക്കി അതിലുള്ള ചെറിയ രോമങ്ങൾ കളയാൻ വേണ്ടി ഒരു നല്ല തുണി ഉപയോഗിച്ച് അരിച്ചെടുക്കും. നെഞ്ചിൽ കഫക്കെട്ടുള്ള സമയത്ത് ഇത് ദിവസത്തിൽ 3-4 പ്രാവശ്യം കുടിക്കും. ചുമയ്ക്കുള്ള സിറപ്പും മരുന്നുകളൊക്കെ വന്നതോടെ നമ്മൾ ഈ കാട്ടുതുമ്പ ചെടിയെ മറന്നു എന്നതാണ് സത്യം. എന്നാൽ ഈ സിറപ്പുകളൊക്കെ അണുബാധയെ മാറ്റുന്നില്ല, പകരം ചുമയെ അടിച്ചമർത്തുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഈ കാട്ടുതുമ്പ നിങ്ങളുടെ നെഞ്ചിലെ കഫം മുഴുവനും പുറത്തു വരുന്ന രീതിക്ക് ശ്വാസകോശത്തെ സഹായിക്കുന്നു. മാത്രമല്ല അതിന് ഒരു സൈഡ് എഫക്ട്സും ഇല്ല. 3ാമത്തേത് ചെറുചീര വിത്ത്. ഇതിനെ ഫസ്റ്റ് എയ്ഡ് കിറ്റ് എന്നും പറയാറുണ്ട്. നമ്മളൊക്കെ 1000 പ്രാവശ്യമെങ്കിലും ഈ ചെടിയുടെ മുകളിലൂടെ നടന്നു പോയിട്ടുണ്ടാകും. പക്ഷെ ഒരിക്കലും ശ്രദ്ധിച്ചിട്ടുണ്ടാകില്ല. ഓവൽ ആകൃതിയിലുള്ള ഇലകളും നീളത്തിലുള്ള പൂങ്കുലകളുമുള്ള പുല്ലുള്ള സ്ഥലത്തും വഴിയരികിലും നിലംപറ്റി വളരുന്ന ഒരു ചെടിയാണിത്. ലോകത്തിലെ തന്നെ ഏറ്റവും വിശ്വസനീയമായ ഫസ്റ്റ് എയ്ഡ് ചെടികളിൽ ഒന്നാണിത്. യാത്രാ സമയത്ത് പെട്ടെന്നുണ്ടാകുന്ന മുറിവുകൾ, പൊള്ളൽ, പ്രാണി കടിച്ചുണ്ടാകുന്ന ബുദ്ധിമുട്ട്, ഇൻഫെക്ഷനുകളൊക്കെ മാറ്റാൻ ഇതിലും മികച്ച മറ്റൊരു ചെടിയില്ല, അല്ലെങ്കിൽ മരുന്നില്ല എന്നതാണ് സത്യം. ഇന്നത്തെ ശാസ്ത്രവും ഇതിനെ പൂർണ്ണമായി പിന്തുണയ്ക്കുന്നുണ്ട്. മുറിവുണക്കാനും നീർക്കെട്ട് കുറയ്ക്കാനും അണുക്കളെ നശിപ്പിക്കാനുമുള്ള കഴിവ് ഈ ചെറുചീര വിത്തിനുണ്ടെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഇറാനിൽ നടന്ന ക്ലിനിക്കൽ ടെസ്റ്റിൽ സാധാരണ മരുന്നുകളെക്കാൾ 2ാം ഡിഗ്രി പൊള്ളലുകൾ വേഗത്തിൽ ഉണക്കാനായിട്ട് ഈ ചെറുചീര വിത്തിന്റെ ഓയിൻമെന്റിന് കഴിയുമെന്ന് കണ്ടെത്തി. ചെറിയ രക്തസ്രവം നിർത്താനും നീർക്കെട്ട് മാറ്റാനും സഹായിക്കുന്ന ഘടകങ്ങൾ ഇതിന്റെ ഇലയ്ക്കുണ്ട്. പണ്ട് ഇത് എങ്ങനെയാണ് ഉപയോഗിച്ചിരുന്നത് എന്ന് ചോദിച്ചാൽ, ഒരു പുതിയ ഇലയെടുത്ത് ചെറുതായി ഒന്ന് ചവയ്ക്കുകയോ അല്ലെങ്കിൽ കൈകൊണ്ട് ചതയ്ക്കുകയോ ചെയ്യും. എന്നിട്ട് അത് മുറിവിലോ പ്രാണി കടിച്ച ഭാഗത്തോ നേരിട്ട് വയ്ക്കും. മിനിറ്റുകൾക്കുള്ളിൽ തന്നെ വേദനയും നീരും
കുറയാൻ തുടങ്ങും. നാലാമത്തത് കാട്ടുമുളക് അല്ലെങ്കിൽ ദാർഹൽ. പുരാതന കാലത്തെ ആന്റി മൈക്രോബിയലാണിത്. വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ ആ ചെടിയാണിത്. 2000 വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന ആന്റിബയോട്ടിക്കിനെ പോലും ചെറുക്കുന്ന ബാക്ടീരിയകൾക്കെതിരെ പ്രവർത്തിക്കുമെന്ന് ഇന്നത്തെ ശാസ്ത്രം തെളിയിച്ച ആ അത്ഭുത ചെടിയാണിത്. ഇന്നത്തെ വൈദ്യശാസ്ത്രത്തിൽ ഏറ്റവും കൂടുതൽ പഠനവിധേയമായ ബെർബറൈൻ എന്ന അൽക്കലോയിഡ് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ബാക്ടീരിയകൾക്കും ഫംഗസുകൾക്കും പാരസൈറ്റുകൾക്കുമെതിരെ ഇത് ശക്തമായി പ്രവർത്തിക്കും. ഇതിന് നീർക്കെട്ട് കുറയ്ക്കാനുള്ള കഴിവുണ്ട്. ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്കും പ്രത്യേകിച്ച് ഇൻഫെക്ഷൻ കാരണമുണ്ടാകുന്ന വയറിളക്കത്തിനും ഇത് നല്ലതാണ്. രക്തത്തിലെ പഞ്ചസാരയുടെ അളവും കൊളസ്ട്രോളും നിയന്ത്രിക്കാൻ ഇത് സഹായിക്കുമെന്ന് ഇന്നത്തെ ഗവേഷണം പറയുന്നുണ്ട്. ഇതിന്റെ വേരിന്റെയും തണ്ടിന്റെയും ഉള്ളിലെ മഞ്ഞ നിറത്തിലാണ് ബെർബറൈൻ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത്. ഇതിൽ ചായ ഇട്ട് കുടിക്കാം. ഇതിന് നല്ല കയ്പാണ്. ഈ കയ്പ് തന്നെയാണ് ദഹന പ്രശ്നങ്ങൾക്ക് ഇത് ഇത്ര ഫലപ്രദമാകാൻ കാരണം. ദഹന സംബന്ധമായ അണുബാധകൾ, കരൾ രോഗങ്ങൾ, നീർക്കെട്ട് എന്നിവയ്ക്കാണ് പണ്ടത്തെ വൈദ്യന്മാർ ഇത് ഉപയോഗിച്ചിരുന്നത്. ഇന്നത്തെ ശാസ്ത്രവും ഈ ഗുണങ്ങളെല്ലാം ശരിയാണെന്ന് തെളിയിച്ചിട്ടുമുണ്ട്. അഞ്ചാമത്തത് കല്ലുരുക്കി. ഇതിനെ സെൽഫ് ഹീൽ ചെടി എന്ന് ഇംഗ്ലീഷിൽ പറയും. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇതൊരു അത്ഭുത ചെടിയാണ്. ഹീലോൽ, സർവ്വരോഗ സംഹാരി എന്നും ഇതിന് പേരുണ്ട്. നമ്മുടെ പൂർവികർ ഇതിനെ എങ്ങനെയാണ് കണ്ടിരുന്നത് എന്നത് ഈ പേരിൽ നിന്ന് തന്നെ വ്യക്തമാണ്. മുറിവുകൾ, തൊണ്ടവേദന, വായ്പുണ്ണ്, നീർക്കെട്ട് തുടങ്ങിയ എന്ത് അസുഖത്തിനും ആളുകൾ ഇത് ഉപയോഗിക്കുമായിരുന്നു. ആ വിശ്വാസം കൊണ്ടാണ് പാരമ്പര്യ വൈദ്യത്തിൽ ഒരു ചെടിക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും മികച്ച പേര് തന്നെ അവരിതിന് കൊടുത്തത്. ഇന്നത്തെ ഗവേഷണങ്ങളും ആ വിശ്വാസം ശരിയാണെന്ന് തെളിയിച്ചിട്ടുണ്ട്. മുറിവുണക്കാനും നീർക്കെട്ട് കുറയ്ക്കാനും ഇതിന് മികച്ച കഴിവുണ്ട്. മാത്രമല്ല ബാക്ടീരിയകൾക്ക് ചുറ്റുമുണ്ടാകുന്ന പ്രതിരോധ കവചമായ ബയോഫിലിമുകളെ തകർക്കാൻ പോലും ഇതിന് കഴിയും. അങ്ങനെ ഇൻഫെക്ഷനുകൾ വേഗത്തിൽ മാറും. പണ്ട് ഇതിനെ എങ്ങനെയാണ് ഉപയോഗിച്ചിരുന്നത് എന്ന് ചോദിച്ചാൽ, തൊണ്ടവേദന ഉണ്ടായാൽ ഗാർഗിൾ ചെയ്യും, ഇലകൾ ചതച്ച് മുറിവിൽ വയ്ക്കും, ഉള്ളിലെ നീർക്കെട്ട് മാറാൻ വേണ്ടി ഇതിനെ ചായയിൽ ഇട്ട് കുടിക്കും. ഈ ചെടി മൊത്തത്തിൽ ഔഷധ ഗുണമുള്ളതാണ്. ഇതിട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് വായ കഴുകിയ വായ്പുണ്ണും തൊണ്ടവേദനയും മാറും. മരുന്ന് വയ്ക്കാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലത്ത്, അതായത് വായുടെയും തൊണ്ടയുടെയും ഉള്ളിൽ ഉണ്ടാകുന്ന വായ്പുണ്ണ്, തൊണ്ടവേദന, നീർക്കെട്ട് എന്നിവയ്ക്ക് ഇത് ഏറ്റവും മികച്ചതാണ്. ആറാമത്തത് കാട്ടുതിപ്പല്ലി. ചുമയ്ക്കുള്ള ആദ്യത്തെ മിഠായാണ് ഇത് എന്ന് പറയാം. ഇത് കഫം പുറത്തു തള്ളാൻ സഹായിക്കുന്ന ഒരു മികച്ച ചെടിയാണ്. നെഞ്ചിലെ കഫം അലിയിച്ച് ചുമച്ച് പുറത്തു കളയാൻ ഇത് സഹായിക്കും. കഫക്കെട്ടുള്ള ചുമയ്ക്കും ശ്വാസകോശത്തിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷനും ഇത് മികച്ചതാണെന്ന് ഔഷധങ്ങളെക്കുറിച്ചുള്ള പുസ്തകങ്ങളിൽ പറയുന്നുണ്ട്. ഇതിലടങ്ങിയിരിക്കുന്ന മെറുബിയൻ എന്ന ഘടകമാണ് നെഞ്ചിലെ കഫം അലിയിച്ച് കളയാൻ സഹായിക്കുന്നത്. ചെറിയ വെളുത്ത പൂക്കളും രോമങ്ങളുള്ള ചാരപ്പച്ച നിറത്തിലുള്ള ഇലകളുള്ള ഒരു കുറ്റിച്ചെടിയാണിത്. ഇതിന്റെ ഇലകളും പൂക്കളുമൊക്കെ ഉണക്കിയാണ് ഉപയോഗിക്കുന്നത്. പണ്ടുള്ളവർ ഇത് വെച്ച് കടുപ്പത്തിൽ ചായ ഉണ്ടാക്കി അതിൽ തേൻ ചേർത്ത് കുടിക്കുമായിരുന്നു. അല്ലെങ്കിൽ ഈ ചായ പഞ്ചസാര ചേർത്ത് കുറുക്കി ചുമയ്ക്കുള്ള മിഠായി പോലെ ഉണ്ടാക്കുമായിരുന്നു. ഇത് ചുമയ്ക്കുള്ള സിറപ്പ് പോലെ ചുമയെ അടിച്ചമർത്തുവല്ല ചെയ്യുന്നത്. പകരം ഉള്ളിലെ കഫം പുറത്തു തള്ളാൻ ഇത് സഹായിക്കും. മാത്രമല്ല ശ്വാസകോശത്തിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷനുകൾ പൂർണ്ണമായി മാറ്റാനും ഇത് സഹായിക്കും. ഏഴാമത്തത് ബോൺസെറ്റ്, പനിയെ തുരത്തുന്നവൻ. പനിക്കെതിരെയുള്ള ഒരു പോരാളിയാണിത്. ഇനി നാം കാണാൻ പോകുന്നത് കുറച്ചുകൂടെ പവർഫുൾ ആയിട്ടുള്ള ചെടികളാണ്. 1800 കാലഘട്ടങ്ങളിൽ പനിക്കുള്ള മരുന്ന് എന്നാണ് ഇത് അറിയപ്പെട്ടിരുന്നത്. പനിയും ശരീരവേദനയും വരുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടി മിക്ക വീടുകളിലും ഉണങ്ങിയ ബോൺസെറ്റ് അന്ന് കരുതി വയ്ക്കുമായിരുന്നു. ഡെങ്കിപ്പനി പോലുള്ള കഠിനമായ പനിയെ ബ്രേക്ക് ബോൺ ഫീവർ, എല്ലൊടിയുന്ന പനി എന്ന് പറയുമായിരുന്നു അന്ന്. അതിന്റെ കടുത്ത പേശിവേദന പോലും മാറ്റാൻ സഹായിച്ചിരുന്നത് കൊണ്ടാണ് ഇതിന് ബോൺസെറ്റ് എന്ന പേര് തന്നെ ഉണ്ടായത്. 19ാം നൂറ്റാണ്ടിലുണ്ടായ വലിയ പനി, പകർച്ചവ്യാധികളുടെ കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട മരുന്നുകളിൽ ഒന്നായിരുന്നു ഇത്. പണ്ട് ഇതിനെ എങ്ങനെയാണ് ഉപയോഗിച്ചിരുന്നത് എന്ന് ചോദിച്ചാൽ, പനി, വിറയൽ, കടുത്ത ശരീരവേദന, ക്ഷീണം, അങ്ങനെ പനിയുടെ ആദ്യ ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഇതിന്റെ ഉണങ്ങിയ ഇലകളും പൂക്കളും ഇട്ട് തിളപ്പിച്ച ചായ കുടിക്കും. എന്നിട്ട് പുതച്ചു മൂടിക്കിടക്കും. ഇത് ശരീരത്തെ വിയർപ്പിക്കും. പനിക്കെതിരെയുള്ള ശരീരത്തിന്റെ പ്രതിരോധ ശേഷിയെ കൂട്ടും. വാക്സിനുകളും ആന്റിവൈറൽ മരുന്നുകളും വന്നതോടെ ബോൺസെറ്റ് എന്ന ചെടിയെ എല്ലാവരും മറന്നു. അക്കർക്കാര, പല്ലുവേദന മരവിപ്പിക്കുന്ന ചെടി. ഇംഗ്ലീഷിൽ ഇതിനെ ടൂത്തേക്ക് പ്ലാന്റ് എന്നാണ് പറയുന്നത്. ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു അത്ഭുത ഗുണം ഇതിനുണ്ട്. വായ പെട്ടെന്ന് മരവിപ്പിക്കാൻ സഹായിക്കുന്ന സ്പിലന്തോൽ എന്ന ഘടകം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇതിന്റെ ഒരു പൂവോ ഇലയോ എടുത്ത് ചവച്ചു കഴിഞ്ഞാൽ നിമിഷങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ വായ മുഴുവൻ മരവിച്ചതുപോലെയാകും. ഇതിന്റെ പേര് പോലെ തന്നെ പല്ലുവേദനയ്ക്കാണ് നാട്ടുവൈദ്യന്മാർ ഇത് പ്രധാനമായിട്ടും ഉപയോഗിച്ചിരുന്നത്. ഒപ്പം വായ്പുണ്ണ്, തൊണ്ടവേദന തുടങ്ങിയ വായുമായി ബന്ധപ്പെട്ട എല്ലാ വേദനകൾക്കും ഇത് നല്ലതാണ്. ഇത് ഒരു അനസ്തേഷ്യ പോലെയും വേദന സംഹാരി, അതായത് പെയിൻ കില്ലർ പോലെയും പ്രവർത്തിക്കുമെന്ന് പഠനങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല പലയിടത്തും ഇപ്പോൾ ഇത് ഉപയോഗിക്കുന്നുമുണ്ട്. പൂക്കൾക്കാണ് മരവിപ്പിക്കുന്ന കഴിവ് കൂടുതലെങ്കിലും ഇലകളും ഫലപ്രദമാണ്. പല്ലുവേദനയോ വായ്പുണ്ണോ വരുമ്പോൾ ഇതിന്റെ ഇലയോ പൂവോ വെച്ച് ആ നീര് വേദനയുള്ള ഭാഗത്ത് കൊള്ളിക്കും. ഇതാണ് ഇതിന്റെ ഉപയോഗ രീതി. അപ്പൊ തന്നെ ആ ഭാഗം മരവിക്കും.
ഒരു 30 മിനിറ്റ് സമയം വരെ ആ എഫക്റ്റ് ഉണ്ടാകും. ഇത് പല്ലുവേദന പൂർണ്ണമായിട്ട് മാറ്റില്ല എങ്കിലും പെട്ടെന്നുള്ള വേദനയ്ക്ക് ഇതൊരു വലിയ ആശ്വാസമാണ്. ഓറിഗോൺ ഗ്രേപ്പ്, ചർമ്മരോഗങ്ങൾ മാറ്റുന്നവൻ. ഇതിന്റെ പേരിൽ ഗ്രേപ്പ് അതായത് മുന്തിരി ഉണ്ടെങ്കിലും ഇതൊരു മുന്തിരിയല്ല. മഞ്ഞ പൂക്കളും നീല നിറത്തിലുള്ള ചെറിയ കായ്കളുമുള്ള എപ്പോഴും പച്ചപ്പുള്ള നല്ല മുള്ളുകളുള്ള ഒരു കുറ്റിച്ചെടിയാണിത്. സോറിയാസിസ് പോലുള്ള വിട്ടുമാറാത്ത ചർമ്മങ്ങൾ ഭേദമാക്കാൻ കൃത്യമായ ക്ലിനിക്കൽ തെളിവുകളുള്ള ചുരുക്കം ചില ഔഷധങ്ങളിൽ ഒന്നാണിത്. ഓറിഗോൺ ഗ്രേപ്പിന്റെ സത്ത് പുരട്ടുന്നത് സോറിയാസിസിന് വളരെ ഫലപ്രദമാണെന്ന് പല പഠനങ്ങളും തെളിയിച്ചിട്ടുണ്ട്. ചർമ്മത്തിലെ അണുബാധയും നീർക്കെട്ടും മാറ്റാൻ സഹായിക്കുന്ന ബെർബറിൻ എന്ന ഘടകവും മറ്റ് ആൽക്കലോയിഡുകളും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ചർമ്മ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പുറത്തു പുരട്ടാനും ദഹന പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഉള്ളിൽ കഴിക്കാനും ഇത് പണ്ടുകാലത്ത് ഉപയോഗിക്കുമായിരുന്നു. ഇതിന്റെ വേരിന്റെയും തണ്ടിന്റെയും ഉള്ളിലെ മഞ്ഞ നിറത്തിലുള്ള ഭാഗമാണ് മരുന്നായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ക്രീമുകൾ ഉണ്ടാക്കാം, അല്ലെങ്കിൽ സോറിയാസിസിന് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ ഇതിന്റെ ഉൽപ്പന്നങ്ങൾ ഇന്ന് മാർക്കറ്റിൽ കിട്ടുന്നുണ്ട്. ഇതിന്റെ റിസൾട്ട് പെട്ടെന്ന് കിട്ടില്ല. കുറച്ച് ആഴ്ചകൾ തുടർച്ചയായി ഉപയോഗിച്ചാൽ മാത്രമേ വലിയ മാറ്റങ്ങൾ കാണാൻ പറ്റുള്ളൂ. 10ാമത്തത് മധുരപ്പൂവ് അല്ലെങ്കിൽ മധുരപ്പുല്ല്, ഒറിജിനൽ ആസ്പ്രിൻ. ഇതാണ് ഇൻട്രോയിൽ തന്നെ പറഞ്ഞ 2ാമത്തെ ചെടി. നമ്മൾ ഇതുവരെ സംസാരിച്ച എല്ലാറ്റിന്റെയും ഒരു പൂർണ്ണ രൂപമാണിത്. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ആസ്പ്രിൻ എന്ന മരുന്നിന്റെ അടിസ്ഥാനം തന്നെ ഈ ചെടിയാണ്. ഇന്നത്തെ ആസ്പ്രിൻ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തന്നെ വേദന, പനി, നീർക്കെട്ട്, അതേപോലെ വയറിലെ അസ്വസ്ഥതകൾ എന്നിവയ്ക്ക് ആളുകൾ മധുരപ്പൂവാണ് ഉപയോഗിച്ചിരുന്നത്. ഇതിനൊരു രസകരമായ ചരിത്രമുണ്ട്. ആസ്പ്രിൻ ടാബ്ലറ്റിലുള്ള അതേ ഘടകമായ സാലിസിലേറ്റ്സ് മധുരപ്പൂവിലുമുണ്ട്. ശാസ്ത്രജ്ഞർ ആദ്യമായി ആസ്പ്രിൻ ടാബ്ലറ്റ് ഉണ്ടാക്കിയത് മധുരപ്പൂവ്, വില്ലോബാർക്ക് തുടങ്ങിയ ചെടികളിൽ നിന്ന് വേർതിരിച്ചെടുത്ത സാലിസിലിക് ആസിഡിൽ നിന്നാണ്. പക്ഷേ ഇവിടെയാണ് ഒരു ട്വിസ്റ്റ് ഉള്ളത്. ആസ്പ്രിൻ ടാബ്ലറ്റുകൾ കഴിക്കുമ്പോൾ പലർക്കും വയറ്റിൽ എരിച്ചിലും അസ്വസ്ഥതയും ഉണ്ടാകാറുണ്ടല്ലോ. എന്നാൽ മധുരപ്പൂവിന് അത്തരം പ്രശ്നങ്ങൾ ഒന്നും തന്നെയില്ല. സത്യത്തിൽ പനിയും വേദനയും മാറ്റാനും വയറ്റിലെ നീർക്കെട്ടും അസ്വസ്ഥതകളും ശമിപ്പിക്കാനാണ് പണ്ടത്തെ വൈദ്യന്മാർ ഇത് ഉപയോഗിച്ചിരുന്നത്. ഇതിന്റെ ഇലകളും പൂക്കളും ഉണക്കി ചായ ഉണ്ടാക്കി കുടിക്കും. ബദാം പരിപ്പിന്റെ മണമുള്ള ഇതിന് നല്ല രുചിയും ചെറിയ മധുരവും ഉണ്ട്. ഇതിലെ സാലിസിലേറ്റുകൾ നീർക്കെട്ട് കുറയ്ക്കുമെന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. തലവേദന, സന്ധിവാതം അതായത് ആർത്രൈറ്റിസ്, പനി, ദഹന പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് ഇത് ചായയാക്കി കുടിക്കുക എന്നതായിരുന്നു പണ്ടത്തെ രീതി. ആസ്പ്രിൻ ഉണ്ടാക്കുന്നത് പോലുള്ള സൈഡ് എഫക്ട്സ് ഒന്നും തന്നെ ഇതിനില്ല. അതാണ് പ്രകൃതിദത്ത മരുന്നുകളുടെ ഒരു മാജിക് എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ.